അരവിന്ദ് കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ ദില്ലിയിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കം. അതിഷി മർലേന പുതിയ മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അരവിന്ദ് കെജ്രിവാൾ നാളെ രാജി സമർപ്പിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. അതേസമയം വൈകിട്ട് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ വളണ്ടിയർമാരുടെയും പ്രാദേശിക നേതാക്കളുടെയും യോഗവും ഇന്ന് ചേരും. देश की केंद्र सरकार सारी एजेंसियों को लेके, क्या ईडी, क्या सीबीआई, क्या इनकम टैक्स, क्या एसीबी, सब एजेंसियों को लेके एक मुख्यमंत्री के पीछे लगी हो और उसको बदनाम करने की कोई कोशिश ना छोड़ी गई हो, कोई ऐसी बदनामी की कोशिश ना छोड़ी गई हो 2 साल में जो भारतीय जनता पार्टी ने ना की हो. उस मुख्यमंत्री का विश्वास अपनी जनता पे है. एक आदमी वहां पे बैठा था, वो बोला, सर मुख्यमंत्री जी ने बहुत अच्छा किया कि जेल में रह के रिजाइन नहीं किया. अगर जेल में रह के रिजाइन करते तो भारतीय जनता पार्टी कहती कि हमारे दबाव में रिजाइन करना पड़ गया. मुख्यमंत्री जेल से बाहर आए और खुद अपनी मर्जी से रिजाइन किया. ये मुख्यमंत्री जी ने बहुत बड़ा काम किया. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, അരവിന്ദ് കെജ്രിവാളിന് ഇനി പൂർണ്ണാധികാരമില്ലാതെ ഒരു മുഖ്യമന്ത്രിയായി തുടർന്നിട്ട് കാര്യമില്ല. കാരണം ജാമ്യം ലഭിക്കുന്നത് തന്നെ നിയന്ത്രിതമായാണ്. ആ ഉപാധികളോടുകൂടി തുടരുന്നതിനേക്കാൾ അധികാര കൈമാറ്റമാണ് ഉചിതം എന്ന തീരുമാനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ എത്തിയെന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തയായ അതിഷി മർലേന തന്നെ മുഖ്യമന്ത്രിയാകുന്നു. അതിഷിയിലൂടെ എന്താണോ അവർ ഇതുവരെ കൈവരിച്ചിരുന്ന നയവും നിലപാടും അത് തുടരുക, ഭരണനിർവഹണം നടത്തുക, അതുതന്നെയല്ലേ ഇപ്പോൾ പദ്ധതിയിടുന്നത്. അണികൾക്കെല്ലാം സ്വീകാര്യമാണോ അതിഷി മർലേനെ? സുജയ, അരവിന്ദ് കെജ്രിവാൾ രാജി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് രാജി നാളെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. നാളെ തന്നെ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുടെ യോഗം വിളിച്ച ശേഷം രാജിവെക്കും. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ദില്ലി മന്ത്രി സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. സൗരഭ് ഭരദ്വാജ് ഇന്നിപ്പോൾ വ്യക്തമാക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കടമകൾ നിറവേറ്റാൻ കഴിയില്ല. അതിന് കോടതി അനുമതി നൽകിയിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ഭരണപ്രതിസന്ധി ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കുക എന്നത് കൂടിയാണ് നിലവിലത്തെ ഈ രാജിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും അതിഷി മർലേന അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് പ്രധാനമായും തെളിഞ്ഞു വരുന്നത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തയാണ്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ ഘട്ടത്തിലെല്ലാം ആം ആദ്മി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എല്ലാം കൈകാര്യം ചെയ്തതും അതിഷി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിഷിയുടെ പേരിൽ തന്നെയാണ് പ്രഥമ പരിഗണന ഉള്ളത്. നാളെ ഇപ്പോൾ MLA-മാരുടെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്താണെങ്കിലും ഉണ്ടാകും. ഇന്നും നിർണായകമായ പല കൂടിക്കാഴ്ചകളും ചർച്ചകളും ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് ആം ആദ്മി നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിക്കൊണ്ട് ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി വോളണ്ടിയർമാരുടെയും ഒപ്പം പ്രാദേശിക നേതാക്കളുടെയും യോഗവും ഇന്നിപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. വൈകിട്ടാണ് യോഗം നടക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിലത്തെ സാഹചര്യത്തിൽ BJP ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ BJP ഉന്നം വയ്ക്കുന്നത് സർക്കാരിനെ പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആം ആദ്മി പാർട്ടി തയ്യാറാകണം എന്നുള്ളതാണ്. അത്തരത്തിൽ പോകാതിരിക്കുന്നത് തന്നെ ഇതൊരു നാടകമാണ് എന്ന് വ്യക്തമാക്കുന്നതിന് സൂചനയാണ് എന്നും ഇതിൽ BJP ഉന്നം വയ്ക്കുന്നു. പക്ഷേ അതിൽ ആം ആദ്മി പാർട്ടിയുടെ മറുപടി എന്ന് പറയുന്നത്, BJP കഴിഞ്ഞ കുറെ നാളുകളായി അരവിന്ദ് കെജ്രിവാളിനെ വിവിധ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ്. പോരാട്ടത്തിനൊടുവിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് മടങ്ങിയെത്തി. എന്താണെങ്കിലും സർക്കാരിന്റെ മുന്നോട്ട് പോക്കിന് അതിഷി മർലേന നേതൃത്വം നൽകും എന്ന് തന്നെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതിഷിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ നല്ല കൃത്യമായ ഒരു ബന്ധമുള്ള നേതാവ് കൂടിയാണ്. ഒപ്പം പ്രവർത്തകരുമായും അടുത്ത ബന്ധമുള്ള, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തകരുമായുള്ള സംവാദങ്ങളൊക്കെ കൃത്യമായി നടത്തിപ്പോകുന്ന നേതാവായതുകൊണ്ട് തന്നെ അതിഷിക്ക് മറ്റു വലിയ എതിർപ്പുകൾ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരിഗണനയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ദില്ലി മന്ത്രിയായ തന്നെ സൗരഭ് ഭരദ്വാജോടൊപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ട്, ഒപ്പം ഗോപാൽ റായ് തുടങ്ങിയ ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും സാധ്യത അതിഷി മർലേനയ്ക്കാണ്. അതിഷി അങ്ങനെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ദില്ലിക്ക് ഷീലാ ദീക്ഷിത്തിനും അതോടൊപ്പം തന്നെ സുഷമ സ്വരാജിന് ശേഷം എത്തുന്ന ആ വനിതാ മുഖ്യമന്ത്രി എന്ന പദവി കൂടി എന്താണെങ്കിലും അതിഷിക്ക് ലഭിക്കും. എന്താണെങ്കിലും ദില്ലി സംബന്ധിച്ചിടത്തോളം ദില്ലിക്ക് അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവന്നുകൊണ്ട് നിലവിലത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത്.